ഡ്രിൽ മെഷീൻ വാങ്ങുമ്പോൾ ഇതുപോലൊരു നീളം കുറഞ്ഞ വയറായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വയറ് നല്ല നീളമുള്ളൊരു ക്വാളിറ്റിയുള്ള വയർ ഇടുവാണെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ വളരെ എളുപ്പത്തിൽ നടക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ അകം ഒടിഞ്ഞു പോയിട്ട് ഷോർട്ടായി കത്തിപ്പോയതാണ് ഈ കാണുന്നത്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റിയുള്ള വയർ നമുക്കിടാം. ഡ്രിൽ മെഷീൻ്റെ വയർ മാറുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമ്മൾ ഡ്രിൽ മെഷീൻ്റെ സ്ക്രൂ എല്ലാം ഇളക്കണം. ഇതിനൊരു സ്റ്റാർ ആയിട്ടുള്ള സ്ക്രൂ ഡ്രൈവറാണ് ഉപയോഗിക്കുന്നത്. ഓരോ ഡ്രിൽ മെഷീനും ഓരോ തരത്തിലുള്ളതായിരിക്കും. അപ്പോൾ ഒരു കാന്തം എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് സ്ക്രൂ എല്ലാം അതിലോട്ട് ഒട്ടിച്ച് വയ്ക്കാം. കാരണം സ്ക്രൂ ഒന്നും നഷ്ടപ്പെടാതിരിക്കും. അതിനുശേഷം ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് പതുക്കെ ഇളക്കി, ഫ്ലാറ്റായിട്ടുള്ള സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇളക്കിയിട്ട് പതുക്കെ നമുക്കത് അഴിച്ചെടുക്കാം. പെട്ടെന്ന് അഴിക്കാൻ ശ്രമിക്കരുത്, സാവധാനം അഴിച്ചെടുക്കുക. അപ്പം നമുക്ക് അതിൻ്റെ അകമെല്ലാം കാണാം. ഇതാണ് അതിൻ്റെ മോട്ടർ. അതുപോലെ നമുക്ക് ജസ്റ്റ് കറങ്ങുന്ന കാണാം. അഴിച്ച് വെച്ചിട്ട് ഇത് ഒരു കാരണവശാലും കറക്കി നോക്കരുത്, കൈ കൊണ്ട് ഓണാക്കാനും പാടില്ല അഴിച്ച് വെച്ചിട്ട്. അപ്പം ഈ വയറാണ് നമുക്ക് മാറ്റേണ്ടത്. അപ്പോൾ നമുക്ക് നേരത്തെ ഒന്ന് കത്തിപ്പോയിട്ട് ഞാനത് ജോയിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സെലോ ടൈപ്പൊക്കെ കാണാം. അപ്പോൾ വയറിൻ്റെ ക്ലാമ്പ് നമ്മൾ ആദ്യം അഴിച്ച് മാറ്റുവാണ്. അപ്പോൾ ക്ലാമ്പ് അഴിച്ച് മാറ്റിയാൽ നമുക്ക് വയർ ഫ്രീ ആയി ആ വയറിങ്ങ് അഴിച്ചെടുക്കാം. അതെടുത്തു. അതിൻ്റെ കൺട്രോളറിലേക്കാണ് വയറിൻ്റെ കണക്ഷൻ ആദ്യം വരുന്നത്. അത് സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചേക്കുന്നതുകൊണ്ട് നമ്മളത് പതുക്കെ അഴിച്ചെടുക്കുകയാണ്. സ്ക്രൂ ചെയ്ത് വയ്ക്കുന്ന ഒരു സിസ്റ്റം അല്ല ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ നിൽക്കുന്ന വയറിലേക്ക് തന്നെ നമ്മൾ പുതിയ വയർ ജോയിൻ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ വയർ അഴിച്ച് മാറ്റി ഇനി നമ്മൾ പുതിയ വയർ എടുത്തിടുവാണ്. ഇതിപ്പോൾ ഒരു 650 വാട്ട്സിൻ്റെ ഒരു ഡ്രിൽ മെഷീനാണിത്. അതുകൊണ്ട് ഞാൻ 1 സ്ക്വയർ mm വയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്ലാക്ക്, റെഡ് അങ്ങനെ 2 കളറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ വയർ പുറത്തേക്ക് വലിഞ്ഞു പോകാതിരിക്കാൻ ഒരു കെട്ടിടുന്നുണ്ട്, അവിടെ ലോക്കായിരിക്കാൻ വേണ്ടിയിട്ട്. കെട്ടിടണം, ഇല്ലെങ്കിൽ നമ്മൾ വലിക്കുമ്പോൾ വയർ പറഞ്ഞു പോയാൽ അത് എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം നമുക്ക് കൺട്രോളറിൽ നിന്ന് വരുന്ന ഒരു വയർ റെഡാണ്. അപ്പോൾ ആ റെഡിലേക്ക് തന്നെ നമ്മളെടുത്ത റെഡും ജോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അത് രണ്ടും അതുപോലെ പിന്നെയുള്ള ഒരു ബ്ലൂ വയറാണ്. അതിലേക്ക് നമ്മുടെ ബ്ലാക്ക് വയറും ജോയിൻ്റ് ചെയ്യുന്നു. എന്നിട്ട് നന്നായിട്ടത് ഇൻസുലേറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു കാരണവശാലും മെഷീനകത്തോ പുറത്തോ ഇത് തമ്മിൽ ഷോർട്ടാകാൻ പാടില്ല. അതുകൊണ്ട് നന്നായിട്ട് ഇൻസുലേഷൻ ടേപ്പ് വെച്ച് തന്നെ നന്നായിട്ട് ഇൻസുലേറ്റ് ചെയ്യണം. നമ്മൾ വയറുകൾ രണ്ടും ജോയിൻ്റ് ചെയ്തു. ചെമ്പ് കമ്പി നന്നായിട്ട് കൂട്ടി പിരിച്ച് വയ്ക്കണം. അതും ചെറിയ തോതിലൊക്കെ ചെയ്ത് വെച്ചാൽ ചിലപ്പോൾ അത് വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ പിരിച്ച് വയ്ക്കണം. അതിന് ശേഷം ഇൻസുലേഷൻ ടേപ്പ് വെച്ച് നന്നായിട്ട് ഇൻസുലേറ്റ് ചെയ്യുക. 2 സൈഡും നന്നായിട്ട് ചെയ്യുക. നല്ല പശയുള്ള ടേപ്പുകൾ നോക്കി തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വയറ് മാറുക എന്നുള്ളൊരു പരിപാടി കഴിഞ്ഞു. ഇനി അത് തിരിച്ച് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ആ വയറെല്ലാം ഒതുക്കി അവിടെ വയ്ക്കുക. തമ്മിൽ കൂട്ടി വലിയ കാര്യമായിട്ട് കൂട്ടിമുണ്ട്. അത് ഇൻസുലേഷൻ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അതിനുശേഷം ഇതിൻ്റെ ഒരു സ്വിച്ചാണ് മുമ്പോട്ട് പുറകോട്ട് കറക്കാനുള്ള. അത് നമ്മളതിൻ്റെ ഇപ്പുറത്തെ ബോഡിയിൽ വയ്ക്കുക. ആ കവറിങ്ങിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിടാൻ നേരത്തെ പാടായിരിക്കും. അപ്പോൾ അതിൻ്റെ കൺട്രോളറിൽ തന്നെയുള്ള ഒരു ഭാഗമാണത്. അതിലേക്ക് അത് ജോയിൻ്റ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം വയറൊക്കെ ഒതുക്കി വെച്ചിട്ട് വയറിൻ്റെ ക്ലാമ്പ് എടുത്ത് അങ്ങോട്ട് വെച്ച് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുക. ക്ലാമ്പ് ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ വയറധികം അങ്ങനെ അനങ്ങയില്ല, അത്യാവശ്യം ഉറച്ച് ഇരുന്നോളൂ. പിന്നെ നമ്മളൊരു കെട്ടും കൂടി ഇട്ടിട്ടുള്ള കാരണം ഒരു കാരണവശാലും വയറ് പുറത്തേക്ക് വരില്ല. ഇത് കഴിഞ്ഞാൽ നമുക്കത് അടയ്ക്കാം. നമ്മൾ കവറിട്ട് അത് അടയ്ക്കുവാണ്. നമ്മൾ അഴിക്കുമ്പോൾ ഒന്ന് നോക്കി വയ്ക്കണം എങ്ങനെയൊക്കെയാണ് ഇരുന്നതെന്ന്. കറക്റ്റ് നോക്കി വേണം അടയ്ക്കാനായിട്ട്, ഇല്ലെങ്കിൽ അത് നമ്മൾ അടയ്ക്കാൻ ഇച്ചിരി പ്രയാസമായിരിക്കും. അപ്പോൾ ആ ഒരു സ്വിച്ച് അതിൻ്റെ ഇടയ്ക്കൂടെയാണ് വരുന്നത്. അത് കറക്റ്റ് നോക്കി. അതുപോലെ മുകളിലൊരു സ്വിച്ചുണ്ട് ഹാമറിങ്ങിൻ്റെ, അതും നോക്കി കറക്റ്റായിട്ട് അത് വയ്ക്കുക. കറക്റ്റായിട്ട് കയറിയില്ലെങ്കിൽ നമ്മളൊരു സ്ക്രൂ ഡ്രൈവറൊക്കെ എടുത്ത് അത് പതുക്കെ ആ സ്വിച്ച് അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ വെച്ചതിന് ശേഷം അടയ്ക്കുക. അടച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വിച്ചൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് നോക്കുക, എവിടെയെങ്കിലും ലോക്കായിരിപ്പുണ്ടോ എന്ന്. അതിന് ശേഷം സ്ക്രൂ ഇട്ട് മുറുക്കുക. എല്ലാ സ്ക്രൂവും നമ്മൾ ഇട്ട് മുറുക്കണം. നല്ല ടൈറ്റായിട്ട് മുറുക്കണം. കാരണം ഇത് കറങ്ങുമ്പോൾ നല്ല വൈബ്രേഷൻ ഉണ്ടാകും. അതുകൊണ്ട് എല്ലാ സ്ക്രൂവും ടൈറ്റായിട്ട് മുറുക്കിയില്ല. ഇച്ചിരി ലൂസാണെങ്കിൽ അത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ പിന്നെയും കൂടുതൽ ലൂസായി പോകാനുള്ള സാധ്യതയുണ്ട്.
എല്ലാ സ്ക്രൂവും നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വയറിൻ്റെ അറ്റത്ത് മറ്റേ അറ്റത്ത് ഞാൻ പ്ലഗൊന്നും പിടിപ്പിക്കുന്നില്ല. ജസ്റ്റ് അതൊന്ന് പിരിച്ച് വെച്ചിട്ട് പ്ലഗിലേക്ക് കുത്തി നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഓണാക്കിയപ്പോൾ തന്നെ സാധനം കറങ്ങുന്നുണ്ട്. നന്നായിട്ട് ഏതായാലും വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ നന്നായിട്ട് നമ്മുടെ ഡ്രിൽ മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് നീളവും കിട്ടി. ഇനി ഈ വയർ പിരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ സെല്ലോ ടേപ്പ് വെച്ച് ചുറ്റി കൊടുക്കുകയാണ്. സെപ്പറേറ്റ് ആയിട്ടുള്ള വയർ ആയതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ സെല്ലോ ടേപ്പ് വെച്ച് ചുറ്റി കൊടുക്കുന്നത്. ഒരു 10 അല്ലെങ്കിൽ 15 സെൻറ്റിമീറ്റർ ഇടവിട്ട് ഇങ്ങനെ ചുറ്റി കൊടുത്താൽ വളരെ നന്നായിട്ട് തന്നെ നമ്മുടെ വയർ ഒതുങ്ങിയിരുന്നോളും. വളരെ എളുപ്പത്തിൽ നമ്മൾ ഡ്രിൽ മെഷീൻ്റെ വയർ മാറ്റിയിരിക്കുകയാണ്. 3 മീറ്റർ നീളമുള്ള വയറാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം കിട്ടും. ഇവിടെ ഒരു 2 പിൻ സോക്കറ്റ് വേണേൽ പിടിപ്പിക്കാൻ. ഞാൻ പിടിപ്പിച്ചിട്ടില്ല. വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോ ലഭിക്കാനായിട്ട് സിമ്പിൾ ടെക്നിക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.